CPM മണ്ണുത്തി ഏരിയ നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിനെ CPM-ൽ നിന്നും പുറത്താക്കി. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസിനെയാണ് പുറത്താക്കിയത്. വ്യക്തിപരമായി തനിക്ക് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് നിബിൻ പറഞ്ഞു. നട്രാജ് പരശുറാം വീണ്ടും ചേരുന്നു. നട്രാജ്, ഈ നിബിനുമായാണ് നേരത്തെ ശരത് ശ്രീനിവാസ് സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിബിനെതിരെ ഇപ്പോൾ ഒരു നടപടി എടുക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? അദ്ദേഹത്തെ അത് അറിയിച്ചിട്ടുണ്ടോ ആ നടപടി? കഴിഞ്ഞ ദിവസമാണ് നിബിൻ മാധ്യമങ്ങളോട് CPM-ന്റെ അഴിമതിയെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. നിബിൻ നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. നിബിൻ ഉൾപ്പെടുന്ന, അതായത് മണ്ണുത്തി ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് ഇതെല്ലാം വരുന്നത്. മണ്ണുത്തി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 7 സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിൽ അഴിമതി നടക്കുന്നു എന്ന് നിബിൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു. തന്റെ പക്കൽ തെളിവുണ്ടെന്നും ഇതിനൊക്കെ ഏരിയ സെക്രട്ടറിയാണ് നേതൃത്വം നൽകുന്നതെന്നും ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് MV ഗോവിന്ദൻ 5 മാസം മുമ്പ് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നിബിൻ പറഞ്ഞു. നിബിൻ കുറച്ചു കാലമായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിൽ മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പരസ്യ പ്രസ്താവന നടത്തിയതിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ഇത്തരമൊരു തീരുമാനമുണ്ടാവുകയും നിബിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് നിബിൻ പറയുന്നത്. പക്ഷേ പുറത്താക്കൽ നടപടി പൂർത്തിയാക്കിയെന്ന് പാർട്ടി അറിയിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം അഴിമതി ആരോപണം ഉന്നയിച്ച നേരത്തെ തന്നെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ ഭാഗമായാണ് തന്നെ LC-യിലേക്ക് തരം താഴ്ത്തിയത് എന്ന് നിബിൻ ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതിനും പരസ്യ പ്രസ്താവന നടത്തിയതിനും നിബിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയ സാഹചര്യമാണ് ഉണ്ടായത്. ഈ ശരത്തിന്റെ സംഭാഷണം പുറത്തുവിട്ട നിബിനാണെന്ന സംശയം പാർട്ടിക്കുണ്ടോ? ഇക്കാര്യത്തിൽ പാർട്ടി അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടില്ല. നിബിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. നിബിനുമായാണ് ശരത് ഇത് സംസാരിച്ചത് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. നിബിനും അത് പറയുന്നുണ്ട്. പക്ഷെ സംഭാഷണം താൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, താൻ അത് പുറത്തു വിട്ടിട്ടില്ല എന്ന കാര്യത്തിൽ നിബിൻ ഉറച്ചു നിൽക്കുകയാണ്. CPM ആവട്ടെ ഇക്കാര്യത്തിൽ ആര് പുറത്തുവിട്ടു എന്നുള്ള കാര്യത്തിന് വലിയ ഫോക്കസ് നൽകുന്നില്ല. ഇവരൊക്കെ തന്നെ പുറത്താക്കിയതാണല്ലോ, നടപടി എടുത്തതാണല്ലോ എന്ന കാര്യമാണ് പറയുന്നത്. CPM പറയുന്നത് ഈ ആരോപണം തെറ്റാണ്, ഇത് എന്തുകൊണ്ട് ഇത് നടത്തി, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന കാര്യത്തിൽ ശരത്ത് വിശദീകരണം നൽകണം എന്നാണ് അവർ പറയുന്നത്. പകരം നിബിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി ഒക്കെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിബിന്റെ ആരോപണങ്ങളിലേക്ക് ഇത് പാർട്ടി ഇപ്പോൾ കടന്നിട്ടില്ല. അത് സഹകരണ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളായതിനാൽ സഹകരണ വകുപ്പ് അത് നോക്കുന്നുണ്ട് എന്നൊരു ഒറ്റവാചകത്തിൽ ഏരിയ സെക്രട്ടറി തന്റെ പ്രതികരണം ഒതുക്കുകയായിരുന്നു. എന്തായാലും പാർട്ടിയിലെ പഠനപ്പണക്കത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ആരോപണങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ള കാര്യം ഏവർക്കും അറിവുള്ളതാണെങ്കിലും അത് നിബിനാണ് പുറത്തുവിട്ടത് എന്ന തരത്തിൽ CPM ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും CPM-ലെ വിഭാഗീയതയുടെ ഒരു ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ പുറത്തുവരുന്നത് എന്നത് ഉറപ്പാണ്.